കുറച്ച് ചോദ്യങ്ങൾ, അതിനുശേഷം അദ്ദേഹം ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങും. ആദ്യം ശ്രീ കെ വി തോമസ്, യാത്രാബത്ത കൂട്ടാനുള്ള ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നു? ഞാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ എനിക്ക് സർക്കാർ നൽകാൻ എടുത്ത തീരുമാനം എൻ്റെ മുൻഗാമി ഡോക്ടർ സമ്പത്തിന് കൊടുത്ത എല്ലാ സൗകര്യങ്ങളും എനിക്കും ലഭിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഹോണററി നിശ്ചയിച്ചതും എൻ്റെ സ്റ്റാഫ് സ്ട്രെങ്ത് നിശ്ചയിച്ചതും എനിക്ക് ഡൽഹിയിലുള്ള സൗകര്യങ്ങൾ നിശ്ചയിച്ചതും. അതിനപ്പുറത്ത് എന്തെങ്കിലും പുതുതായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. തീരുമാനമെടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഡോക്ടർമാർ ഉൾപ്പെടെ ആനുകൂല്യങ്ങളില്ലാതെ തെരുവിലാണ്. സമരം 11ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് താങ്കൾക്ക് ഈ യാത്രാബത്ത കൂട്ടി എന്നുള്ള തീരുമാനം വരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് ജനങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം സംസ്ഥാന ഗവൺമെൻറ് എടുക്കും. ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കൊക്കെ 18 മാസത്തെ വരെ കുടിശ്ശികയുണ്ട്. ഇതിനിടയ്ക്കാണ് താങ്കൾക്ക് ഈ വർധന വരുന്നത്. ഈ പ്രതികരണങ്ങൾ, ഇതിനോടുള്ള പ്രതിഷേധങ്ങളൊക്കെ താങ്കളും കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള തീരുമാനമെടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അത് അറിയുന്നൊരു ഗവൺമെൻറ് എന്ന നിലയിൽ, ഒരു ജനകീയ ഗവൺമെൻറ് എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും. ഈ PSC ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളം വാരിക്കോരി നൽകുന്നു എന്നും ആക്ഷേപമുണ്ട്. അതിൽ താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഇതെല്ലാം ഭരണപരമായി എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതിന് ഉള്ള മറുപടിയും സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു വശത്ത് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് സർക്കാർ ആവർത്തിക്കുന്നു. അതിനിടയിൽ താങ്കൾക്കും ഈ യാത്രാബത്ത കൂട്ടിയുള്ള തീരുമാനം വരുന്നു. അത് സ്വയം വേണ്ടെന്ന് വെക്കാമല്ലോ. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ? എന്താണ് ആനുകൂല്യമെന്ന് എനിക്കിതുവരെ അറിയില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ സമ്പത്തിന് എൻ്റെ മുൻഗാമിക്ക് കിട്ടിയ അതേ സൗകര്യങ്ങളാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തൊരു സൗകര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. ഏതായാലും തീരുമാനങ്ങൾ വരട്ടെ. വളരെ നന്ദി ശ്രീ കെ വി തോമസ്. ഏതായാലും താങ്കളെ അറിയിക്കാതെ താങ്കൾക്ക് യാത്രാബത്ത കൂട്ടിയുള്ള തീരുമാനം വന്നിരിക്കുന്നു. ആ തീരുമാനം എന്തായാലും തീരുമാനം തന്നെയാണല്ലോ. അങ്ങനെ ഒരു ശുപാർശ പോയിരിക്കുന്നു. ആ ശുപാർശ സാധാരണഗതിയിൽ അംഗീകരിക്കുകയാണ് സർക്കാരിൻ്റെ. ഇത് മുമ്പുള്ള നടപടികൾ വെച്ച് നോക്കുമ്പോൾ അതാണ് പതിവ്. അപ്പോൾ താങ്കൾക്കും ആ വർധന വരും. ആ വർധന വേണ്ട എന്നൊരു തീരുമാനം താങ്കൾ എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടിയിരുന്നത്. ഏതായാലും ബാക്കി അതിഥികളിലേക്ക് പോകാം. Debate with Smriti Parithikar.